പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തലപ്പത്ത് ഇപ്പോൾ ജനറൽ അസിം മുനീർ, വെറും ജനറൽ അല്ല, അദ്ദേഹം സ്വയം ഫീൽഡ് മാർഷൽ എന്ന മേലങ്കി എടുത്ത് അണിയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ ഭരണഘടനാപരമായി അതൊരു ഭേദഗതിയിലൂടെ 27ാം ഭേദഗതിയിലൂടെ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ ഇസ്ലാമാബാദിലും അത്തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണം ഉണ്ടായത്. കാരണം പാകിസ്ഥാൻ്റെ ഒരു രൂപം നമുക്കറിയാം. അവിടെയുള്ള തീവ്രവാദികൾ തന്നെ അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്ന രംഗങ്ങൾ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ താലിബാൻ ഇന്ത്യ കൂട്ടുകെട്ടെന്ന് അവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ തന്നെയാണ് ചെയ്തത്, ഇന്ത്യയും താലിബാനും കൂടെ ചേർന്നുള്ള കളികളാണ് എന്നൊക്കെ തരത്തിൽ പല മാധ്യമങ്ങളിലും തെറ്റായ പ്രചരണമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അജ്ഞാതൻ കുറേ നാളുകളായിട്ട് അവിടെ കിടന്ന് വിളയാടുന്നുണ്ട്. ഇന്ത്യക്ക് നേരെ എന്തൊക്കെ വരുന്നുണ്ടോ അതേ സമയത്ത് അവിടുത്തെ വേണ്ടപ്പെട്ടവരെയൊക്കെ, അവർക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ കൊന്നൊടുക്കുന്ന അജ്ഞാതനെ നമുക്കിപ്പോൾ അജ്ഞാതമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ഒരു വാർത്ത വരുന്നു, പാക് സൈന്യത്തിന് മുഴുവൻ നിയന്ത്രണവും സംയുക്ത സേനാ മേധാവിയുടെ കൈകളിലേക്ക് പോകുന്നു എന്നുള്ള പുതിയൊരു തീരുമാനം വരുന്നു. മാത്രമല്ല പാകിസ്ഥാൻ വളരെ കരുതലോടുകൂടി തന്നെ ഇരിക്കുന്നത്. അസിം മുനീർ അടക്കം വളരെ കരുതലോടുകൂടിയാണ് ഇരിക്കുന്നത്. താവളങ്ങളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അവരും വലിയ കരുതലോടെ ഇരിക്കുമ്പോൾ ഒരു നിഗമനത്തിലേക്ക് ചെല്ലുന്നത് തന്നെ എന്തുകൊണ്ട് അവിടെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായി, തീവ്രവാദികളുടെ ആക്രമണം തന്നെയാണോ, അതോ ഇതിനെ ഒന്ന് തടുക്കാൻ വേണ്ടി അസിം മുനീർ നന്നായിട്ടറിയാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇതുവരെ അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല, ഇമ്പാക്റ്റ് ഇതുവരെ മാറിക്കഴിഞ്ഞിട്ടില്ല. അപ്പം അതിനെ ചെറുക്കാൻ വേണ്ടി സ്വന്തം ജനങ്ങളെ കുറച്ചുപേരെ കൊന്നൊടുക്കി അത് വഴിതിരിച്ചു വിടുന്നതാണോ എന്നുള്ളതാണ്. പാകിസ്ഥാൻ സൈന്യത്തെ ഒഴിവാക്കി നിർത്തി പാകിസ്ഥാൻ്റെ വ്യവസ്ഥകൾ വിശകലനം ചെയ്യാൻ ആവില്ല. അത് നമുക്കറിയാം. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തലപ്പത്ത് ഇപ്പോൾ ജനറൽ അസിം മുനീർ, വെറും ജനറൽ അല്ല, അദ്ദേഹം സ്വയം ഫീൽഡ് മാർഷൽ എന്ന മേലങ്കി എടുത്ത് അണിയുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ ഭരണഘടനാപരമായി അതൊരു ഭേദഗതിയിലൂടെ 27ാം ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ്റെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇപ്പോൾ പാർലമെൻറ്റ് ഒരു അംഗീകാരം നൽകുകയാണ് അസിം മുനീറിന് കമ്പൈൻഡ് ചീഫ് എന്ന നിലയിൽ വ്യോമകര നാവിക സേനകളുടെ സംയുക്ത തലപ്പത്ത് നിയന്ത്രണങ്ങളില്ലാത്ത പരിധിയില്ലാത്ത അധികാരങ്ങളുമായി. ഇതൊന്നും നൽകിയില്ല എങ്കിൽ പോലും കരസേനയുടെ മേധാവിയായി ആരാണോ വരുന്നത് അദ്ദേഹമായിരിക്കും പാകിസ്ഥാൻ്റെ ഡിഫാക്ടോ അതോറിറ്റി. ഏറെ വർഷങ്ങളായി എങ്ങനെയാണ് സിവിലിയൻ ഭരണകൂടം ഒരു അലങ്കാരം മാത്രമാണ്, രാഷ്ട്രീയ കക്ഷികൾ ഭരണകൂടമെല്ലാം സൈന്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇത് കുറച്ചുകൂടി അതിനെ ഘടനാപരമാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നും ഒരു ആക്രമണം, ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന സ്ഥിതിക്ക് സൈന്യങ്ങളെ പൂർണ്ണമായി സജ്ജരാക്കാൻ, രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പാകിസ്ഥാൻ്റെ ഘടനാപരമായ സംവിധാനം എന്ന നിലയിലാണ് ഇപ്പോൾ അത് വിവക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന് തലവേദനയാകുന്നത് പാകിസ്ഥാൻ്റെ 5 പ്രദേശങ്ങളിൽ 4 ഇടത്തും വലിയ അരാജക അവസ്ഥയാണ്. ഇന്ത്യൻ കാശ്മീരിൻ്റെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ മേഖലയിൽ ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ വൻതോതിൽ പ്രക്ഷോഭം നടക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരിനെതിരെ. അവർ നോക്കുന്നത് ഇന്ത്യയിൽ താരതമ്യേന ശാന്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് അവിടത്തേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല. പാകിസ്ഥാൻ പറയുന്ന എൻറ്റയർ കാശ്മീർ അവരുടേതാണെന്നാണ്. അപ്പോൾ അവരുടെ കൈവശമുള്ള കാശ്മീരിൽ പോലും സ്ഥിതിഗതികൾ ഭദ്രമല്ല. പിന്നെ ഖൈബർ പഖ്തൂൺഖ മേഖല അശാന്തമായിട്ട് വർഷങ്ങളായി. അവിടെ പാക് താലിബാൻ ഇൻ കൊളാബറേഷൻ വിത്ത് അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ സുരക്ഷാ ഭീഷണിയാണ്. സൈനിക കോളംസിനെതിരെ, പോലീസിനെതിരെ, ലോക്കൽ അഡ്മിനിസ്ട്രേഷനെതിരെ നിരന്തരമായ പോരാട്ടത്തിലാണ് പാക് താലിബാൻ, തെഹ്രീക് ഇ താലിബാൻ എന്ന് പറയുന്ന സംവിധാനം. അവർ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന പത്താന്മാരാണ്. അപ്പോൾ അവർ ഉയർത്തുന്ന വെല്ലുവിളി പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട്, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ചേർന്നുകൊണ്ട് പാക് താലിബാനെ വളർത്തി ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ ഉപയോഗിക്കുന്നു എന്ന ആർഗ്യുമെൻ്റാണ്. അവരാണ് കഴിഞ്ഞ ദിവസത്തെ സ്ഫോടനത്തിന് പിന്നിൽ, കാർ സ്ഫോടനത്തിന് പിന്നിൽ, ഇസ്ലാമാബാദിലെ കോടതിയുടെ മുന്നിലുള്ള സ്ഫോടനത്തിന് പിന്നിലും അവരാണ് എന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഭരണവർഗം പ്രതികരിക്കുന്നത് കേട്ടു. അതുപോലെ സിന്ധിൽ നമുക്കറിയാം, സിന്ധ് താരതമ്യേന ശാന്തമാണെന്ന് തോന്നാമെങ്കിലും പാകിസ്ഥാൻ നെല്ലറയും കലവറയും ഒക്കെയാണ്, ധാന്യ കലവറയൊക്കെയാണ്. അവിടെ വലിയ തോതിൽ പാകിസ്ഥാൻ പഞ്ചാബ് ഡോമിനേഷനെതിരെ വലിയ റിസെൻറ്റ്മെൻ്റ് ഉണ്ട്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട കേസാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നിരന്തരമായ പോരാട്ടത്തിലാണ്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുന്നു. അവസാനം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പി ഫോർ പഞ്ചാബ് എന്ന് മാത്രമായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടി
ഇവിടെല്ലാം ഭദ്രം എന്ന് തെളിയിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ചില ശ്രമങ്ങളായി ഇപ്പോൾ നടക്കുന്ന ചില ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളെ കാണാം. അതുമാത്രമല്ല, പാകിസ്ഥാനുള്ളിൽ നിരന്തരം നടക്കുന്ന സ്ഫോടനങ്ങൾക്ക് ഇന്ത്യ ബന്ധം ആരോപിച്ചുകൊണ്ട് ഇന്ത്യയെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കരിവാരിത്തേക്കാനുള്ള ശ്രമവും നടക്കുന്നു. ആ തരുണത്തിൽ ഇന്ത്യ നടത്തിയ ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഈ ഒരു ലെജിസ്ലേറ്റേഴ്സ് MP-മാർ നടത്തിയ യാത്ര, അതിൻ്റെയൊക്കെ ഒരു കണക്കെടുക്കേണ്ട സമയമായിട്ടുണ്ട്. എത്രത്തോളം ലോക മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു, നിരന്തരം നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാൻ ഇത് പര്യാപ്തമാണോ? ഉത്തരം അല്ല എന്നാണ്. അപ്പം ജയ്ഷെ മുഹമ്മദൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ്. ഇന്ത്യ വിരുദ്ധത ഇപ്പോഴും തുടരുന്നു എന്ന് വേണം. ജയ്ഷെ മുഹമ്മദ് ആണ് ഇതിന് പിന്നിൽ എന്ന് തെളിയുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യയുടെ നിലപാടുകൾ കൃത്യമാണ് എങ്കിൽ പോലും, അതിൻ്റെ പ്രഹരം ഇന്ത്യയുടെ ഉദ്ദേശശുദ്ധി കൃത്യമാണെങ്കിൽ പോലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടുതൽ ഡിബേറ്റുകൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തു നിന്നും കൂടുതൽ ഡിബേറ്റുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഓർക്കൂ, പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതിപക്ഷങ്ങൾ കാര്യമായി സംസാരിച്ചില്ല. കുറേയേറെ ദിവസത്തിനും ആഴ്ചകൾക്കും ശേഷമാണ് ഗവൺമെൻറ്റിനെ കുറിച്ച് വിമർശനപരമായി കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്ന 24 മണിക്കൂറിനുള്ളിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തരായ നേതാക്കൾ ഗവൺമെൻറ് വിരുദ്ധമായി പ്രസ്താവനകൾ നടത്തിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കാൻ ഗവൺമെൻറ് കഴിയുന്നു എന്നത് ഒരു ചാലഞ്ചായി ഇന്ത്യക്കുള്ളിലും അതൊരു ചാലഞ്ച് തന്നെയാണ്. തീർച്ചയായിട്ടും മോദിക്ക് ഇപ്പോൾ ഒരു വല്ലാത്ത നിർണായക ഘട്ടം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഒരുപക്ഷെ ഈ ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ രാജ്യം നേരിടുന്നത് എന്നുള്ളതായിരിക്കും പ്രതിപക്ഷം ഉൾപ്പെടെ നോക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു ചാവേർ ആക്രമണമായിട്ട് മാറ്റിയാൽ പോലും ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്കും അത് ആ ഒരു ഘട്ടം അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുന്നത് വരെയും പ്രതിപക്ഷം ഇത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ എന്ത് നിർണായക തീരുമാനമായിരിക്കാം അവർ എടുക്കുന്നത്? പ്രതിപക്ഷത്തിന് തീരുമാനങ്ങൾ എടുക്കാനാവില്ല. പ്രതിപക്ഷത്തിന് കറക്റ്റീവ് ഫോഴ്സ് ആകാനേ പറ്റൂ. രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ട് സ്വരത്തിൽ സംസാരിക്കുന്നു എന്നത് ആത്യന്തികമായി രാജ്യത്തിന് ഗുണകരമല്ല. പക്ഷേ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പോരായ്മകളുണ്ടെങ്കിൽ, സുരക്ഷാ പാരഡൈംസ് ഒരുക്കുന്നതിൽ പോരായ്മയുണ്ടെങ്കിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടാനുള്ള ചുമതല പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ ഇന്ത്യ സ്റ്റാൻഡ്സ് പൊളിറ്റിക്കലി ഡിവൈഡഡ് എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്നത് അത്ര ആരോഗ്യപരമല്ല. അതിന് കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിപക്ഷം ഉൾപ്പെടെ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിൽ ഉയർത്തിയ കാര്യമായിരുന്നു സുരക്ഷാ ഭീഷണി, പഹൽഗാമിലെ സുരക്ഷാ ഭീഷണി. അതിനുശേഷം കുറച്ചുകൂടി ആർജവത്തോടു കൂടിയാണ് നമ്മുടെ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ കണ്ടെത്തിയത്. പല കാര്യങ്ങളും പല ആൾക്കാരെയും കണ്ടെത്തി. പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഒരു സ്ഫോടനം വലിയ രീതിയിൽ വരേണ്ടുന്നത് തന്നെയായിരുന്നു. ഒരുപക്ഷെ അതിന് മുന്നേ 2 പേരെ പിടിച്ചതുകൊണ്ടും 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ആക്കം കുറഞ്ഞത് തന്നെ പറയാം. പക്ഷേ എന്നാലും അവിടെ ഒരു സുരക്ഷ, ഈ ചെങ്കോട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയും എന്ത് എന്നൊരു ചോദ്യം ഉയരുമ്പോൾ ഒരുപക്ഷെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വല്ലാണ്ട് BJPയെ ബാധിക്കാൻ സാധ്യതയില്ലേ? ഓരോ ആക്രമണവും ഓരോ ഭീകരാക്രമണവും ഒരു പാഠപുസ്തകമാണ്. അതിൽ നിന്ന് പോരായ്മകൾ, സെക്യൂരിറ്റി ലാപ്സ്, അത് കൈകാര്യം ചെയ്തതിലെ പോരായ്മകൾ, പോസ്റ്റ് അറ്റാക്ക് ഓപ്പറേഷൻസ്, ഇതെല്ലാം തന്നെ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. നോക്കൂ, പുൽവാമയിൽ 40 പട്ടാളക്കാരുടെ മരണത്തിൻ്റെ ഒരു സൈനിക കോളം നീങ്ങുകയാണ്. കാര്യമായ സുരക്ഷാ കവചങ്ങളില്ലാതെ. അപ്പോൾ ഇടത്തുനിന്നും കടന്നു വന്ന ഒരു ഭീകരർ അവർ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അവിടെ സൈന്യം പെട്ടുപോയി, ഇന്ത്യൻ സൈന്യം പെട്ടുപോയി എന്ന ഒരു നിരീക്ഷണമുണ്ട്. എന്തുകൊണ്ട് സുരക്ഷാ കവചം, സുരക്ഷാ പാത ഒരുക്കിയില്ല? എയർക്രാഫ്റ്റിലൂടെ എന്തുകൊണ്ട്, വായുമാർഗം എന്തുകൊണ്ട് ഈ സൈനികരെ എത്തിക്കാൻ, ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചില്ല? ഇതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം അതിനുള്ള ഉത്തരം ഇനിയുള്ള നാളുകളിൽ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഹൽഗാം ആക്രമണം വന്നത്. എന്തുകൊണ്ട് ഈ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ആ ഉദ്യാനത്തിലേക്ക്, ആ ഒരു ഓപ്പൺ ഇടത്തേക്ക്, പുൽത്തകടിയിലേക്ക് നൂറുകണക്കിന് ആളുകളെ, ഉല്ലാസ സഞ്ചാരികളെ പറഞ്ഞു വിട്ടു? അത് ഗവൺമെന്റിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണോ സംഭവിച്ചത്? പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മൾ ഈ നുഴഞ്ഞുകയറ്റം എന്നത് മാത്രമേ നമ്മൾ ചിന്തിച്ചിരുന്നുള്ളൂ. പഹൽഗാം ആക്രമണം വന്നപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇത് നുഴഞ്ഞു കയറുന്നതിനേക്കാൾ അപ്പുറം മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ താമസിച്ച് ആ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ ചെയ്തതാണ്. ഇപ്പോൾ വൈറ്റ് കോളർ ഭീകരത വന്നപ്പോൾ തന്നെ അത് പറഞ്ഞപ്പോൾ തന്നെ ലിങ്ക് ചെയ്ത് നോക്കാമായിരുന്നു. കാരണം ഇതിലേക്ക് വരുന്ന വിദേശികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർ, ഇതിനകത്തുള്ളവർ, ഇതൊക്കെ കുറച്ചുകൂടെ പറയുന്നത് പോലെ
പഴയ രീതിയിലുള്ള ഒരു ഭീകരപ്രവർത്തനമോ അല്ലെങ്കിൽ ചാവേറായിട്ട് സ്വയം നുഴഞ്ഞു കയറി വന്ന് വെടിവെച്ച് വീഴുന്ന ആ ഒരു ഇതൊക്കെ മാറി. ഈ ഭീകരന്മാർക്കും ബുദ്ധി ഈ പറയുന്നോണം നാടോടുമ്പോൾ നടക്കേ ഓടണമല്ലോ, അവരും ഇത്തരത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വൈറ്റ് കോളർ ഭീകരത ഒന്ന് ആലോചിച്ചു. ഇതിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാന തലവത്തി, അതായത് സ്ത്രീ സംഘടനകൾ വരെ രൂപപ്പെട്ടു എന്നുള്ള തരത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ അവരും പുതിയ പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ അപ്പുറം NIA പോലുള്ള അന്വേഷണ ഏജൻസികളൊക്കെ വിപുലീകരിക്കേണ്ടതായിട്ടില്ലേ? ഇതിൽ ഒരു പക്ഷേ ഈ RR ഉൾപ്പെടെയുള്ള ചില പോലീസ് സേനകളെയൊക്കെ കുറച്ച് സംഘടിതമായിട്ടൊക്കെ ചേർത്ത് നിർത്തേണ്ട കാര്യം. കാരണം ഈ ഉമറിനെ അന്വേഷിച്ചുകൊണ്ട് എത്തിയ പോലീസിന് 3-4 മണിക്കൂറുകളോളമാണ് ചെങ്കോട്ടയിൽ ഈ വാഹനം ഇട്ടിരുന്നത്. അപ്പോൾ എപ്പോഴേ കണ്ടെത്താമായിരുന്നു. അതൊരു ഈ പറയുന്നുള്ള സഹകരണ മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയല്ലേ? രോഗാണുക്കൾക്കെതിരെ ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധം നേടിയെടുക്കും. അതുകൊണ്ട് കുറച്ചുകൂടി കടുത്ത ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, തീവ്രമായ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഭീകരതയ്ക്കെതിരെയുള്ള നടപടികൾ എടുക്കുമ്പോൾ അതിനെ അതിലംഘിക്കുന്ന രീതിയിൽ ഭീകരരും പുതിയ മാർഗങ്ങൾ, പുതിയ സങ്കേതങ്ങൾ തേടുന്നു എന്നാണ് കരുതാവുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ അപ്രതീക്ഷിതമായ രീതിയിൽ പ്രതീക്ഷിക്കാത്ത ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു എന്ന രീതിശാസ്ത്രം തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കുന്നു. രാജ്യം ശക്തമാകുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ശക്തമായ രാജ്യത്തെ തകർക്കാൻ അതിശക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നതുകൊണ്ട് തന്നെയാണ്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പൂർണ്ണമായി തീവ്രവാദത്തിൽ നിന്നും ഭീകരതയിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാനാവില്ല എന്ന യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കണം. പിന്നെ there is a cancer or there is an ഇൻഫെക്ഷൻ ആണെങ്കിൽ പൂർണ്ണമായും അത് തുടച്ചു നീക്കാം. പക്ഷേ ഇത് ക്യാൻസർ എന്ന രീതിയിൽ വരുമ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, പൂർണ്ണമായി ഒരുപക്ഷെ യു ഹാവ് ടു ലിവ് വിത്ത് ദി ടെറർ. അപ്പോൾ അവിടെ എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും അവരുടെ ഗ്രീവൻസസ്. ഒരു ഭീകര സംഘടന, തീവ്രവാദം ഉയരുന്നത് ചില ഡിമാൻഡുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെടുന്നു, ഒരു വിഭാഗത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രീവൻസുകളെ തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ചില റാഡിക്കൽ ചിന്തകളാണ്. ആ ചിന്തകൾക്ക് അടിസ്ഥാനമാകുന്ന ഭൗതികമായ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് കഴിയുമോ? റിഫോം ചെയ്തെടുക്കാൻ കഴിയുമോ? തീവ്രവാദികളെ ബിഫ്രണ്ട് ചെയ്യുക എന്നത് മറ്റൊരു കാര്യം. പക്ഷേ തീവ്രവാദികളെ റിഫോം ചെയ്ത് മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഇപ്പം മാവോയിസ്റ്റുകൾ വലിയ തോതിൽ പരിവർത്തനം ചെയ്യപ്പെട്ട മുഖ്യധാരയിൽ എത്തുന്നു. ഫൂലൻ ദേവി ഉൾപ്പെടെ ഈ കൊള്ളക്കാർ, ബാൻഡിറ്റ് അല്ലേ, കൊള്ളക്കാർ, ചമ്പൽ കൊള്ളക്കാരി ഉൾപ്പെടെ പരിവർത്തനം ചെയ്യപ്പെട്ട മുഖ്യധാരയിൽ വരുന്നു. ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടക്കണം. അതുപോലെ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ്, മുൻ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തീവ്രവാദികളെ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു കൗണ്ടർ ടെററിസം ഓപ്പറേഷനുണ്ട്. ഇതെല്ലാം തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്തേണ്ട സമയമായി. ഒരു കാര്യം ഉറപ്പാണ്, ദേശീയ സുരക്ഷ എന്നതിനാണ് രാജ്യം പ്രഥമ പരിഗണന നൽകേണ്ടത്. ഇഫ് ദർ ഇസ് നോ നാഷണൽ സെക്യൂരിറ്റി, ദർ ഇസ് നോ നേഷൻ അറ്റ് ഓൾ. ഇതുകൂടി നമ്മൾ ഓർത്തിരിക്കണം.